ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് അപ്പ്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് ഒരു ചരങ്ങ താളിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചരങ്ങ താളിപ്പ് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ കാണില്ലേ, എന്നാൽ വരി ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടി ഞാനിതാ ഈ ചരങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 പച്ചമുളക് അതേപോലെ ചെറുതായി കട്ട് ചെയ്തതാണ്. അപ്പം ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ 1 ഇല്ലി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നല്ലോണം പൊട്ടി വരട്ടെ. അപ്പം ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ പുറത്തേക്ക് തെറിക്കാതിരിക്കാനാണ് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൂടി കണ്ട് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഈ ചൂടായ വെളിച്ചെണ്ണയിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാണല്ലോ അല്ലേ. അങ്ങനെ ഇതാ ഇനി അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളക്കി കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി കരിയണതിൻ്റെ മുന്നേ തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചരങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഈ ചരങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2-3 സ്പൂണ് വെള്ളം. കൂടുതലൊന്നും ചേർക്കരുത് കേട്ടോ, കാരണം ചരങ്ങ വെന്ത് വരുമ്പോൾ അതിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അങ്ങനെ ഈ 2-3 സ്പൂണ് വെള്ളം മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ. പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചരങ്ങാന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇതൊന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ചരങ്ങൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 മുറി തേങ്ങൻ്റെ പാല് നല്ല കട്ടിയിൽ തന്നെ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം നേരിട്ട് കുക്ക് ചെയ്യരുത്. ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തേക്കാണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഞാൻ ഉണ്ടാക്കിയ ചരങ്ങ താളിപ്പ് ഇങ്ങനെയാണ് കേട്ടോ. അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യം കട്ടിയിലാണ് ഉണ്ടാവല്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ഇതേപോലെ തന്നെയാണ് ആ ചരങ്ങ താളിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടാ. അതേപോലെ തന്നെ എൻ്റെ ചരങ്ങ താളിപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിക്കാളി. പിന്നെ ഒന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.